നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു എന്താണെന്നറിയാമോ? അത് പണമല്ല, ജോലിയല്ല, ഉത്തരവാദിത്തങ്ങളല്ല, വിട്ടയക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവർ നിങ്ങളെ ചിലപ്പോൾ അപമാനിച്ചതായിരിക്കാം, അവർ നിങ്ങളെ ചതിച്ച് കളഞ്ഞതായിരിക്കാം, അവർ നിങ്ങളെ വിട്ടുപോയതായിരിക്കാം. സംഭവം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, പക്ഷേ വേദന മാത്രം ഇന്നും നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു സത്യം ഞാൻ പറയാം, ജീവിതത്തിൽ നമ്മെ തകർക്കുന്നത് സംഭവങ്ങളല്ല, ആ സംഭവങ്ങളോട് ചേർത്ത് ഇന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വികാരങ്ങളാണ്. ഒരു കല്ല് ഒരു മിനിറ്റ് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു മണിക്കൂർ നമ്മൾ കയ്യിൽ പിടിച്ചാലോ കൈ വേദനിക്കും, പക്ഷെ ഒരു ദിവസം മുഴുവൻ കയ്യിൽ പിടിച്ചു നിന്നാൽ കൈ മരവിച്ചു പോകും. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കല്ലിൻ്റെ ഭാരം മാറിയില്ല, പക്ഷെ അത് നമ്മൾ എത്ര നേരം പിടിച്ചു വെച്ചു എന്നതാണ് വേദന കൂട്ടുന്നത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കാലത്തിലെ സംഭവങ്ങൾ. ഇന്നും മനസ്സിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വികാരങ്ങളാണ് നമ്മെ ക്ഷീണിപ്പിക്കുന്നത്. ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, നിന്റെ പുറത്ത് ഈ ഭാരമുള്ള ബാഗ് എന്തിനാണ്? ശിഷ്യൻ പറഞ്ഞു, ഇത് എൻ്റെ ജീവിതത്തിലെ ഓർമ്മകളാണ്. ഗുരു തൻ്റെ ശിഷ്യൻ്റെ ബാഗ് തുറന്നു. അതിൽ ഒരുപാട് കല്ലുകളായിരുന്നു. ഓരോ കല്ലിനും ഓരോ പേരായിരുന്നു. അവർ എന്നെ അപമാനിച്ചു, അവർ എന്നെ വിട്ടുപോയി, അവർ എന്നെ മനസ്സിലാക്കിയില്ല തുടങ്ങിയ ഓരോ കല്ലിനും ഓരോ പേരുകൾ ആ ശിഷ്യൻ വെച്ചിരുന്നു. ഒരു ചിരിച്ചു, ഇവ കല്ലുകളല്ല, നീ വർഷങ്ങളായി ചുമന്നുകൊണ്ടിരിക്കുന്ന വികാരങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പഴയ സംഭവം ഓർക്കുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും, കണ്ണുകൾ നിറയും, ദേഷ്യം വരും, ശരീരം പോലും പഴയ വേദന വീണ്ടും അനുഭവിക്കും. കാരണം മനസ്സ് ഇന്നും ഇന്നലെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നില്ല. ഓരോ തവണയും പഴയ മുറിവ് തുറക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അതേ വേദനയിൽ ജീവിക്കുകയാണ്. വാട്ട് ഈസ് ലെറ്റിംഗ് ഗോ? പലരും കരുതുക ലെറ്റിംഗ് ഗോ എന്നാൽ മറക്കുക എന്നാണ്. പക്ഷേ ലെറ്റിംഗ് ഗോ എന്നത് ആ സംഭവത്തെ ഇല്ലാതാക്കലല്ല, ആ സംഭവത്തിൽ ഇനി നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കാൻ അതിനെ അനുവദിക്കാതിരിക്കലാണ്. മറക്കാൻ കഴിയണമെന്നില്ല, പക്ഷേ അതിൻ്റെ തടവുകാരനായി നിങ്ങൾ ജീവിക്കേണ്ടതില്ല. ഒരു പക്ഷി നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ അതിന് വേദനിക്കും, നിങ്ങളുടെ കൈയും ക്ഷീണിക്കും. പക്ഷേ അതിനെ കൈ നമ്മളിങ്ങനെ തുറന്നു വെച്ചാൽ പക്ഷി പറന്നു പോകും. നിങ്ങളുടെ കൈകൾക്കും സ്വാതന്ത്ര്യം ലഭിക്കും. വിട്ടയക്കുന്നത് മറ്റൊരാളെ മോചിപ്പിക്കലല്ല, നിങ്ങൾ തന്നെ മോചിപ്പിക്കലാണ്. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ, നിങ്ങൾ ഇന്നും ഞാൻ എന്താണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? ആരാണ്, ആരുടെ വാക്കാണ്, ആരുടെ ഓർമ്മയാണ്, ഏത് കുറ്റബോധമാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയൂ, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു, പക്ഷേ ഇത് എൻ്റെ ഭാവിയെ ഒരിക്കലും നിയന്ത്രിക്കില്ല. ഓർക്കുക, നിങ്ങളുടെ ഭൂതകാലം ഒരു പുസ്തകത്തിൻ്റെ അധ്യായം മാത്രമാണ്, മുഴുവൻ പുസ്തകമല്ല. ഒരു മോശം അധ്യായം കാരണം മുഴുവൻ പുസ്തകം കീറിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും എഴുതപ്പെടാനുള്ള സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിജയത്തിൻ്റെ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അവ എഴുതാൻ വേണ്ടി ആദ്യ പഴയ ഭാഗങ്ങൾ താഴെ വെക്കണം. വിട്ടയക്കൂ, കാരണം സംഭവങ്ങളല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത്, ആ സംഭവങ്ങളോട് ചേർത്ത് നമ്മൾ ഇന്നും ചുമക്കുന്ന വികാരങ്ങളാണ്. വിട്ടയക്കുക എന്നത് മറക്കലല്ല, വികാരഭാരത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കലാണ്. അപ്പോൾ ഭാരം കുറഞ്ഞ മനസ്സിൽ സ്വാഭാവികമായി വിരിയും. എന്ത് വിരിയും? സ്വാതന്ത്ര്യം, സന്തോഷം, പുതിയ ജീവിതം. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ, ഞാൻ എൻ്റെ ഭൂതകാലത്തെയല്ല, എൻ്റെ ഭാവിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. കാരണം വിട്ടയച്ച കൈകളിലാണ് പുതിയ അനുഗ്രഹങ്ങൾ വന്നു നിറയുന്നത്. താങ്ക് യു.